Then electric field lines of force. Field lines. All the electric field lines are start from positive and end towards negative. Field lines start from positive and end towards negative. Field lines are start from positive. ലൈനുകൾ പോസിറ്റീവിൽ തുടങ്ങി നെഗറ്റീവിൽ അവസാനിക്കും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് രണ്ട് പോസിറ്റീവ് ചാർജ് വെച്ചാൽ ഫീൽഡ് ലൈൻസ് സ്കെച്ച് ചെയ്യാൻ പറഞ്ഞാൽ പോസിറ്റീവിൽ നിന്ന് തുടങ്ങുന്നു. കണ്ടോ? രണ്ട് നെഗറ്റീവ് ചാർജ് വെക്കുകയാണെങ്കിൽ സ്കെച്ച് ചെയ്യാൻ പറഞ്ഞാൽ നെഗറ്റീവിലോട്ട് വരുന്നു. കണ്ടോ? അപ്പോൾ Q ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ ഇത് വേണം വരയ്ക്കാൻ, പോസിറ്റീവ് ചാർജ്. Q ഈസ് ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ എന്ത് വരയ്ക്കണം? നെഗറ്റീവ് ചാർജ് വരച്ചിട്ട് നമ്മൾ എന്താ ചെയ്യണം? ലൈൻസ് എവേ ആവുന്ന ടുവേഴ്സ് ആണെന്ന് വരച്ച് കാണിക്കണം. പോസിറ്റീവ് ആണെങ്കിലോ എവേ എന്ന് വരച്ച് കാണിക്കണം. മനസ്സിലായോ? Q ഈസ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ പോസിറ്റീവ് വരച്ചിട്ട് എവേ, Q ഈസ് ലെസ് ദാൻ 0 ആണെങ്കിൽ നെഗറ്റീവ് വരച്ചിട്ട് ടുവേഴ്സ് എന്ന് എഴുതി കാണിക്കണം, എന്ന് വരച്ച് കാണിക്കണം. സ്കെച്ച്. അപ്പോൾ ഫീൽഡ് ലൈൻസിന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ആൻഡ് എൻഡ് ടുവേഴ്സ് നെഗറ്റീവ്. രണ്ടാമത് നമ്മൾ ഇങ്ങനെ ഒരു ഏരിയ എടുത്തു എന്ന് വിചാരിക്കുക. സാറ് കുറേ ഫീൽഡ് ലൈൻസ് ഇതിനകത്തൂടെ കടത്തി വിടുക എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഭാഗത്ത് എന്താണ് സംഭവിക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നല്ല തിക്കായിട്ടിരിക്കുക അല്ലേ? ദേ ആർ വെരി ക്ലോസ് ഈച്ച് അതർ. ഇവിടെ അങ്ങനെയാണോ? ഇവിടെ അങ്ങനെയല്ല, കുറച്ച് അകലമുണ്ട്. സോ ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി, ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡിഗ്രി ഓഫ് ക്ലോസ്നെസ്. ഇഫ് ദ ഫീൽഡ് ലൈൻസ് ആർ ക്ലോസ് ടു ഈച്ച് അതർ, the intensity of electric field is more. So the intensity of electric field is more here comparatively here. So here suppose this is a area and this is another area. Suppose there are more lines. Here there is only 3 lines. So the intensity is more here because the degree of closeness is more here. So the intensity of electric field depends upon the closeness of the electric field lines. And third one, in uniform electric field, suppose you are taking a uniform electric field. Uniform means എല്ലായിടത്തും ഒരേ കണക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് എടുക്കുകയാണെങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡ് സ്കെച്ച് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. നിങ്ങൾ എന്ത് ചെയ്താന്നറിയോ? പാരലലും ഇക്വിസ്പേസ്ഡുമായ ഫീൽഡ് ലൈൻസ് വരച്ചു കൊടുത്താൽ മതി. പാരലലും ഇക്വിസ്പേസ്ഡുമായ ഫീൽഡ് ലൈൻസ് വരച്ചു കൊടുത്താൽ മതി. നാലാമത്തെ പോയിന്റ്, 2 lines will never intercept each other. 2 electric field lines never intercept each other. അത് നിങ്ങൾ 10th സ്റ്റാൻഡേർഡ് പഠിച്ചിട്ടുണ്ടല്ലേ? 2 electric field lines never intercept each other. Why? Because if they did so, that means at the point of intersection there will be 2 direction for electric field, which is not at all possible. Fifth one എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡസ് നോട്ട് ഫോം എനി ക്ലോസ്ഡ് ലൂപ്പ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യുന്നില്ല? ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യുന്നില്ല. പോസിറ്റീവ് നെഗറ്റീവ്, ദിസ് ഈസ് നോട്ട് ക്ലോസ്ഡ് ലൂപ്പ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് മാഗ്നറ്റിസം, നോർത്ത് സൗത്ത്, start from north and end towards south, you know it. But inside the magnet it is coming from south and end towards north. So there is a closed loop. So in the case of electric field lines, there is no formation of closed loop. So the first one is electric field lines are supposed to be start from positive and end towards negative. The degree of closeness depends the intensity of the electric field lines. If more electric field lines occurs in a small area, that means intensity at that area is more. In a uniform electric field, the field lines are equispaced and parallel. And the fourth one,
no two lines intersect each other. Fifth one is it does not form any closed loop. And this idea of electric field was proposed by Michael Faraday. ആരുടെ? മൈക്കിൾ ഫാരഡേ. സോ മൈക്കിൾ ഫാരഡേ ആണ് എന്ത് ചെയ്തത്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ കൺസെപ്റ്റ് ആദ്യമായിട്ട് നമ്മളിൽ എത്തിക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? മാഗ്നറ്റ് വെച്ചിട്ട് അത് എത്ര സ്ഥലം വരെ ആ മാഗ്നറ്റിന് ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ പിന്നെ അട്രാക്ട് ചെയ്യാൻ കഴിവുണ്ടോ ആ ഏരിയ ആണല്ലോ മാഗ്നറ്റിക് ഫീൽഡ്. ഇപ്പോൾ മുല്ലപ്പൂ വെച്ചാൽ മുല്ലപ്പൂ ഇവിടെ കൊണ്ടുവച്ചു, മുല്ലപ്പൂവിൻ്റെ മണം എത്ര ഏരിയയിൽ പോകും അതാണ് മുല്ലപ്പൂവിൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത്. അതേ കണക്ക് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പം ഒരു ചാർജ് വെച്ചാൽ ചാർജ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏരിയ വിളിക്കുന്ന പേരാണ് ഏത്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടെങ്കിൽ എന്തർത്ഥം? ഇവിടെ ചാർജ് ഉണ്ടെന്നല്ലേ അർത്ഥം. ഇവിടെയൊക്കെ ചാർജ് ഉണ്ടെന്നല്ലാണ്. ഇവിടെ നിങ്ങൾ ലൈൻസ് ഇങ്ങോട്ട് പോകുന്നു എന്നാണ്. ഇവിടെ ചാർജ് ഉണ്ടെന്ന് അർത്ഥം. ഇത് ഇവിടെ എവിടെയോ എന്ത് ചെയ്യുന്നുണ്ട്? ഏതോ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്, അങ്ങോട്ട് പോവുകയാണെന്നാണല്ലോ അർത്ഥം. അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്, സപ്പോസ് ഞാൻ ഈ പോയിന്റ് എടുത്തു, ഈ പോയിന്റിലുള്ള ഇപ്പോൾ ഈ പോയിന്റ് എടുത്തു, ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ ഈ പോയിന്റിൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ചു എന്ന് വിചാരിക്കണം. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ചു കണ്ടോ? ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ Q0 എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ ഇരിക്കുകയാണ് മറ്റേ ഒരു ചാർജ് എന്നിരിക്കട്ടെ. ഈ ചാർജ് മൂലമാണ് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായത്. ആ ഇലക്ട്രിക് ഫീൽഡിനുള്ളിൽ ഞാൻ എന്ത് ചെയ്തു? ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ചു. ഈ യൂണിറ്റ് പോസിറ്റീവ് ചാർജും ഈ ചാർജും തമ്മിലുള്ള ഡിസ്റ്റൻസസ് R ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് ദ പോയിന്റ് P where the unit test charge is given. ദ യൂണിറ്റ് ടെസ്റ്റ് ചാർജ് നമ്മൾ ഇവിടെ ആവശ്യം ഈ പോയിന്റ് P എന്ന് പറയുന്ന പോയിന്റ്, എനിക്ക് അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് കാണേണ്ടതെങ്കിൽ അവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെക്കുക എന്ന് വിചാരിക്കുക. വിചാരിച്ചതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണം? നമ്മൾ എന്തുവാ F is equal to നമ്മൾ എന്തോ ചെയ്തത്? സാധാരണ 1/4πε0 ഇൻറ്റു ഇത് എയറിലാണെന്ന് വിചാരിക്കണേ, Q1 Q2 R² എന്നല്ലേ നമ്മൾ സാധാരണ എഴുതാറുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? F is equal to, ഇനി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എനി പോയിന്റ് ഈസ് ദ ഫോഴ്സ്. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എനി പോയിന്റ്, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എനി പോയിന്റ് ഓൺ ദ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എനി പോയിന്റ് ഓൺ ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ, എന്താ പറഞ്ഞത്? എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ് എന്നാ അല്ലേ? യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പ്ലേസ് ചെയ്ത്, അപ്പം Q1 പകരം Q എടുത്ത്, Q2 പകരം എന്ത് എഴുതണം? യൂണിറ്റ് പോസിറ്റീവ് ചാർജ് 1 കൂളോംബ് എടുത്ത്, അപ്പോൾ Q × 1 Q ആയി പോവും. therefore E is equal to 1/4πε0 ഇൻറ്റു Q/R². ഇതാണ് ഏത്? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയും. E is equal to 1/4πε0 ഇൻറ്റു Q/R². അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് Q എന്ന് പറയുന്ന ചാർജ് എത്ര ആയി? Q എന്ന് പറയുന്ന ചാർജ് വെച്ചു. Q എന്ന് പറയുന്ന ചാർജിൽ R ഡിസ്റ്റൻസിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കാണണമെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്തു? ഒരു ടെസ്റ്റ് ചാർജ് കൊണ്ടുവച്ചു. ആ ടെസ്റ്റ് ചാർജിൻ്റെ വാല്യൂ 1 കൂളോം ചാർജാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കൂളോംസ് ലാ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഫോഴ്സ് ആണ് കാണുന്നത്. ആ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ്. കാരണം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി മാറാൻ കാരണം രണ്ടാമത്തെ ചാർജ് എന്താണ്? യൂണിറ്റ് പോസിറ്റീവ് ചാർജാണ്. ഇനി ജനറലായിട്ട് നമ്മളൊരു ഫീൽഡ് ലൈനിൽ Q എന്ന് പറയുന്ന ചാർജ് കൊണ്ടുവച്ചാൽ ആ Q എന്ന് പറയുന്ന ചാർജിൽ ഉണ്ടാകുന്ന ഫോഴ്സ് എപ്പോഴും Q × E ആയിരിക്കും. F is equal to Q × E. If Q is a charge placed in an electric field, the force experienced by that charge Q is equal to F is equal to QE. Therefore, E is equal to എങ്ങനെ എഴുതാം? F/Q. എന്താക്കളെ? F/Q. എഫിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ അല്ലേ? വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ചാർജ്? കൂളം. അപ്പം ന്യൂട്ടൺ കൂളം റേസ് ടു -1 ആണ് ഏതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ കൂളം റേസ് ടു -1.
ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ചാർജ് വെച്ചപ്പോൾ ആ ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന, അതിൻ്റെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏരിയ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ചാർജ് വെക്കുമ്പോൾ ചാർജിന് ചുറ്റും എന്ത് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരും. ആ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിലെ ഒരു പോയിന്റ് സെലക്ട് ചെയ്യണം. ആ പോയിന്റിൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് കൊണ്ടുവയ്ക്കണം. അവിടെ എന്ത് ഫോഴ്സ് ഉണ്ടാവുന്നുവോ ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. നല്ലതുപോലെ മനസ്സിലാക്കി വെച്ചേക്കണം. ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ടെസ്റ്റ് ചാർജ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് കൊണ്ടുവയ്ക്കുമ്പോൾ ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജിൽ ഉണ്ടാകുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഇത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് ചാർജ് പ്ലേസ്ഡ് ഇൻ ദ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, and it is actually the force experienced by a charge placed in electric field. Q എന്ന് പറയുന്ന ചാർജ് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ട് പ്ലേസ് ചെയ്താൽ, Q എന്ന് പറയുന്ന ചാർജ് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ട് പ്ലേസ് ചെയ്താൽ ആ പ്ലേസ് ചെയ്യുന്ന ചാർജ് ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് Qനെ ഈ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ മതി. അപ്പോൾ F is equal to QE, F is equal to QE, F is equal to QE. Then E is equal to force by Q, that is Newton per കൂളോം. ഇനി നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളോം എന്ന് പഠിച്ചേ. ഇനി ഒരു കാര്യം കൂടെ ഓർത്തേക്കണം, ഒരു യൂണിറ്റും കൂടെ ഉണ്ട്, അത് വോൾട്ട് പെർ മീറ്റർ ആണ്. അത് അടുത്ത ചാപ്റ്ററിലാണ് പഠിക്കുന്നത്. എങ്കിലും ഓർത്ത് വെച്ചേക്കണം, ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്താണ്, ന്യൂട്ടൺ പെർ കൂളോം അല്ലെങ്കിൽ വോൾട്ട് പെർ മീറ്റർ ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ഇതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഇലക്ട്രിക് ഡൈപോൾ. Electric dipole. Electric dipole is actually a system. Electric dipole is actually a system. The system consisting a positive charge and a negative charge. And this positive charge and negative charge are equal but in opposite sign. 5 microcoulomb minus 5 microcoulomb. 2 microcoulomb minus 2 microcoulomb. That means two equal and opposite charges separated by a very small vector distance constitute an electric dipole. Two equal and opposite charges separated by a very small vector distance constitute an electric dipole. Suppose this is Q1 and this is Q2 and the distance between them is 2a. Distance between them is 2a. The distance between them is 2a, not a, it is 2a. ഇവിടുന്ന് ഇവിടം വരെ സെൻറ്റർ വരെ a, ഇവിടുന്ന് ഇവിടം വരെ സെൻറ്റർ വരെ a, അങ്ങനെ a plus a 2a. But two equal and opposite charges separated by a very small vector distance constitute an electric dipole. One of the physical quantity related with this electric dipole is actually a dipole moment. The physical quantity related with the electric dipole is dipole moment. And what is dipole moment? Dipole moment is equal to one of the force, one of the charge. Dipole moment P is equal to one of the charge into distance between the two charge. One of the charge into distance between the two charge. And remember, I am giving the vector sign for A. So dipole moment has a direction. Dipole moment is a vector quantity. Electric field vector quantity ആണ്, electric field intensity vector quantity ആണ്. Dipole moment എന്ത് തന്നെയാണ്, ഒരു vector quantity ആണ്. And the direction of the dipole moment is electric field lines start from positive to negative. പക്ഷേ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ നമ്മൾ എടുക്കേണ്ടത് എപ്പോഴും ഓർക്കണം, കുട്ടികൾക്ക് തെറ്റിപ്പോകുന്നതാണ്, നെഗറ്റീവിൽ നിന്നാണ് എടുക്കേണ്ടത്. The direction of dipole moment is from negative to positive, while the electric field lines start from positive to negative. Electric field lines പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ് പോകുന്നതെങ്കിൽ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എപ്പോഴും എങ്ങനെയായിരിക്കും, നെഗറ്റീവിൽ നിന്ന് എങ്ങനെയായിരിക്കും, പോസിറ്റീവിലോട്ടായിരിക്കും. അപ്പോൾ ഡൈപോൾ മൊമെന്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇപ്പോൾ സാറ് 5 മൈക്രോകൂളോം 5 മൈക്രോകൂളോം. അപ്പോൾ ഇതെന്താണ്, പ്ലസ് ആണ്, ഇത് നെഗറ്റീവ് ആണ്. ഡിസ്റ്റൻസ് എത്രയാണ്, ഡിസ്റ്റൻസ് ഒരു 2 മില്ലിമീറ്റർ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, P is equal to Q into 5 into 10⁻⁻⁶ into
മില്ലിമീറ്റർ. അപ്പോൾ 2a ആണ്. 2a എന്ന് പറയുന്നതാണ് ഏത് 2 മില്ലിമീറ്റർ. Q എന്ന് പറയുന്നത് എന്താണ് 5 മൈക്രോ കൂളോം. അപ്പോൾ 2 × 10⁻³ 10 × 10⁻⁹ കൂളോം മീറ്റർ. ഇതാണ് കൂളോം മീറ്റർ. അപ്പോൾ കൂളോം മീറ്റർ എന്ന് ഓർത്ത് വെച്ചേക്കണം, സെന്റിമീറ്റർ അല്ല, കൂളോം മീറ്റർ. സോ വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ഡൈപോൾ മൊമെന്റ്? കൂളോം മീറ്റർ. ചാർജിന്റെ യൂണിറ്റ് കൂളം, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ് മീറ്റർ. ചാർജിന്റെ യൂണിറ്റ് കൂളം, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ, അങ്ങനെ കൂളോം മീറ്റർ. അപ്പോൾ ഒരു ഡൈപോളിന്റെ എന്ത് കാണാൻ അറിയാം? ഒരു ഡൈപോളിന്റെ ഡൈപോൾ മൊമെന്റ് കാണാൻ നമുക്കറിയാം. ഡൈപോൾ മൊമെന്റ് കാണാൻ പറഞ്ഞാൽ ആ സിസ്റ്റത്തിന്റെ ഒരു ചാർജിനെ, കാരണം 2 ചാർജ് എടുക്കണ്ട, കാരണം എന്താ 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആണ്. ഒരു ചാർജിനെ ആ ഡൈപോളുകൾ തമ്മിലുള്ള അകലം കൊണ്ട് എന്ത് ചെയ്താൽ മതി? പ്രോഡക്റ്റ് എടുത്താൽ മതി, അവരുടെ ഗുണനഫലം കണ്ടാൽ മതി അല്ലേ. സോ P = Q × 2a. അപ്പോൾ ഡൈപോൾ മൊമെന്റ് ഏത് ക്വാണ്ടിറ്റിയാണ്? അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് മക്കളെ? അതിൻ്റെ ഡയറക്ഷൻ നെഗറ്റീവിൽ നിന്ന് എങ്ങോട്ടാണ്? പോസിറ്റീവിലോട്ടാണ്. നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്താണ്? കൂളോമീറ്റർ ആണ്. അപ്പോൾ ഡൈപോൾ, ഇലക്ട്രിക് ഡൈപോൾ മനസ്സിലായല്ലോ. 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് separated by a very small vector distance constitute an electric dipole. അല്ലേ? The physical quantity related with the electric dipole is dipole moment P. Dipole moment is actually the product of one of the charge Q and the distance between the two charge 2a. So the dipole moment is equal to 2a into Q. അല്ലേ? ആ എയുടെ മുകളിൽ എന്തിടണം? വെക്റ്റർ സൈൻ ഇടണം. It is a dipole moment is a vector quantity and whose direction is from negative to positive. Torque acting on an electric dipole placed in a uniform electric field. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഡൈപോൾ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്താൽ ഉണ്ടാകുന്ന ടോർക്കാണ് പഠിക്കാൻ പോകുന്നത്. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് സാർ എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രിക് ഡൈപോൾ കൊണ്ടുവയ്ക്കുന്നു. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഇലക്ട്രിക് ഡൈപോൾ കൊണ്ടുവച്ചാൽ അതിനുണ്ടാകുന്ന ടോർക്ക് എന്ന് പറയാൻ കാരണം ടേണിംഗ് എഫക്റ്റ് ആണ്. ഏത് ടോർക്ക് എന്ന് പറയുന്നത്? ടേണിംഗ് എഫക്റ്റ് ഓഫ് ഫോഴ്സ് ഈസ് കാൾഡ് ടോർക്ക്. നമുക്ക് നോക്കാം. സോ ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡാണ്. നമ്മൾ ഈ മഞ്ഞ കളർ എന്താണ്? ഡൈപോളാണ്. ഈ ഡൈപോളിൻ്റെ ലെങ്ത് എത്രയാ? നമുക്ക് അറിയാമല്ലോ. ഡൈപോളിൻ്റെ ലെങ്ത് 2a ആണ്. സാർ എന്ത് ചെയ്യാൻ പോകുന്നു? സാറ് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പോവുകയാണ്. ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ വരയ്ക്കാം. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രിയാ അല്ലേ? എന്നിട്ട് സാറ് ABC എന്ന് പേര് കൊടുക്കുന്നു. ABC എന്ന് പേര് കൊടുക്കുന്നു. ഉണ്ടോ? അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡും ഇതിൻ്റെ ലെങ്തും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണ്? തീറ്റയാണ്. ഓക്കെ. The angle formed between the electric field and the length of the torque is actually theta. Okay. ഇനി നമുക്ക് നോക്കാം. ടോർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുവാ പഠിച്ചു വെച്ചിരിക്കുന്നത്? ടോർക്ക് ഈസ് ഈക്വൽ ടു വൺ ഓഫ് ദ ഫോഴ്സ് ഇൻറ്റു, കൊച്ചിലെ പഠിച്ചതാണ്, വൺ ഓഫ് ദ ഫോഴ്സ് ഇൻറ്റു എന്തുവാ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ശരിയല്ലേ? one of the force into perpendicular distance. Torque is equal to one of the force into perpendicular distance. Torque is equal to one of the force into perpendicular distance. Torque is equal to one of the force Q into, ഇത് Q എന്ന് പറയുന്ന ചാർജ്, E എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് വെച്ചാൽ ഫോഴ്സ് QE അല്ലേ? QE into perpendicular distance. Perpendicular distance നമുക്ക് നോക്കാം. ഇത് തീറ്റയാണ്, ഇത് 2a ആണ് അല്ലേ? ഇത് ACP അല്ലേ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തോടെ? സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ AC/AB അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സോ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു AC/2a അല്ലേ? 2AC എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ? അപ്പോൾ നമ്മൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമുക്ക് വേണം. അതുകൊണ്ട് AC ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 2a ഇൻറ്റു സൈൻ തീറ്റ എന്ന് എഴുതാം. എഴുതിക്കൂടെ?
അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ടോ ഈസ് ഈക്വൽ ടു ക്യു ഇ ഇൻറ്റു 2a സൈൻ തീറ്റ അല്ലേ? ടോർക്ക് ഈസ് ഈക്വൽ ടു 2a ഇൻറ്റു സൈൻ തീറ്റ. നമുക്കൊരു കാര്യം നമുക്ക് നോക്കാം. ഇതിനകത്ത് Q 2a ഇൻറ്റു Q എന്ന് പറഞ്ഞാൽ എന്താ? 2a ഇൻറ്റു Q എന്ന് പറഞ്ഞാൽ എന്താ? P അല്ലേ? P എഴുതി. പിന്നെ നമുക്ക് ഈ സൈൻ തീറ്റ അല്ലേ? P സൈൻ തീറ്റ കണ്ടോ? ടോ ഈസ് ഈക്വൽ ടു P സൈൻ തീറ്റ. അപ്പോൾ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ടോർക്ക് ഡെവലപ്ഡ് ബൈ എ ഡൈപോൾ placed in a uniform electric field. When a dipole placed in a uniform electric field, it experiences a torque which is equal to P sin theta. ഇനി നമുക്ക് കണ്ടീഷൻസ് നോക്കാം. തീറ്റ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ടോ ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? ടോ ഈസ് ഈക്വൽ ടു പി ഇ സൈൻ 0. സൈൻ 0. What is sin 0? Sin 0? 0. So tau is equal to 0. Then this is stable equilibrium. Theta is equal to 90 degree. So tau is equal to P sin 90. What is sin 90? Sin 91. Tau is equal to PE, which is maximum. When theta is equal to 180, tau is equal to P sin 180. Sin 180 is equal to also 0. Tau is equal to 0, which is unstable. So this is stable, this is maximum, this is unstable. So the value of torque depend upon the dipole moment, electric field intensity and the angle. That is so important. Angle also is so important. Sin 30, sin 45, sin 45, sin 90. ഇതാണ് സ്ഥിരം നമുക്ക് sin 60. ഈ വാല്യൂ ഇട്ടാണ് നിങ്ങൾക്ക് ചോദിക്കുന്നത്. പെട്ടെന്ന് ആൻസർ കിട്ടാവുന്ന രീതിയിലാണ് പ്രോബ്ലം ചോദിക്കാറുള്ളത്. 30, 45, 60, 90 എന്നുള്ള രീതിയിലാണ് നമുക്ക് പ്രോബ്ലം ചോദിക്കാറുള്ളത്. ഒരു പ്രോബ്ലം സാർ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ടോർക്ക് ആക്ടിങ് ഓൺ ഇലക്ട്രിക് ഡൈപോൾ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ് നമ്മൾ പഠിച്ചത്. ഒരു ഇലക്ട്രിക് ഫീൽഡിനകത്ത് നമ്മൾ ചാർജ് കൊണ്ടുവച്ചു, ഡൈപോൾ കൊണ്ടുവച്ചു. അപ്പോൾ ഡൈപോളിൻ്റെ ഒരു ചാർജ് ഡെവലപ്പ് ചെയ്യുന്ന ക്യൂ ഇ ആണ്. അപ്പോൾ നമ്മൾ ടോർക്കിൻ്റെ ഇക്വേഷൻ എഴുതി. ടോർക്ക് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. വൺ ഓഫ് ദ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ. വൺ ഓഫ് ദ ഫോഴ്സ് ക്യൂ ഇ ആണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമ്മൾ എ സി ആണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എ സി ആണ്. എ സി നമ്മൾ കണ്ടുപിടിച്ചു. റൈറ്റ് ട്രയാങ്കിൾ എടുത്തു. റൈറ്റ് ട്രയാങ്കിളിന് സൈൻ തീറ്റ എടുത്തു. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എടുത്തു. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എ സി ബൈ 2a ആണ്. എ സി ഈസ് ഈക്വൽ ടു 2a സൈൻ തീറ്റ അല്ലേ? അപ്പം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ടോയുടെ സ്ഥാനത്ത് പി 2a ക്യൂവിന് പകരം പി ഇട്ട് കൊടുത്തു. പി സൈൻ തീറ്റ കണ്ടുപിടിച്ചു. എന്നിട്ട് തീറ്റയ്ക്ക് 3 വാല്യൂ ഇട്ട് കൊടുത്തു. തീർന്നില്ല. ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം. ഇപ്പോൾ സാർ ഇവിടെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്നല്ലേ സാർ എഴുതിയിരിക്കുന്നത്? അപ്പോൾ ടോർക്ക് ആക്ടിങ് ഓൺ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്നല്ല എഴുതിയിരിക്കുന്നത്. ഇനി ഇവിടെ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്നാണെങ്കിൽ എന്ത് പ്രത്യേകത ഉണ്ടാകും എന്ന് ചോദിക്കും എക്സാമിന്. അപ്പോൾ എഴുതണം, സാധാരണ നമ്മൾ ഇത് റൊട്ടേറ്റിംഗ് ആണ്, അതായത് ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് നിന്ന് തന്നെ ഇങ്ങനെ. പക്ഷേ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താണ് പഠിച്ചത്? അതായത് മൂവ്മെൻറ്റും ഉണ്ട് റൊട്ടേഷനും ഉണ്ടെങ്കിൽ നമ്മൾ എന്തുവാ? ട്രാൻസ്ലേഷണൽ അല്ലേ? അപ്പോൾ ട്രാൻസ്ലേഷണൽ മോഷൻ കൂടി ഉണ്ടാകും. ടോർക്കും അഡീഷണലായിട്ട് ഫോഴ്സും കൂടി എവിടെ ഡെവലപ്പ് ചെയ്യും? ഈ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണെങ്കിൽ ഡെവലപ്പ് ചെയ്യും. നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണ് നിങ്ങൾ ഇലക്ട്രിക് ഡൈപോൾ കൊണ്ടുവയ്ക്കുന്നതെങ്കിൽ ടോർക്ക് ആസ് വെൽ ആസ് ട്രാൻസ്ലേഷണൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുമെന്ന് പറയണം. മനസ്സിലായ? A dipole consisting an electron and a proton separated by a distance of 4 into 10 raised to -10. So a dipole consisting an electron and a proton,
അപ്പോഴേ ഊഹിക്കണം ഇലക്ട്രോൺ ആൻഡ് പ്രോട്ടോൺ എന്ന് പറയുമ്പം രണ്ടിനും ഒരേ ചാർജാണ്, പക്ഷേ ഓപ്പോസിറ്റ് പിന്നെ സൈൻ ആണെന്നേ ഉള്ളൂ. അപ്പോൾ അത് ഡൈപോൾ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് 4 × 10⁻⁻10 മീറ്റർ. അപ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടത് എന്താ? ചാർജ് Q ഈസ് ഈക്വൽ ടു എത്രയാ? 1.6 × 10⁻⁻19. കാരണം ഇലക്ട്രോണിൻ്റെ ചാർജ് അതാ. ഇനി 2a എന്ന് തന്നെ എഴുതി ശീലിക്കണം. ഡിസ്റ്റൻസ് 2a ആണ്. 4 × 10⁻10 മീറ്റർ അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി തന്നിട്ടുണ്ട്. എത്രയാ? E ഈസ് ഈക്വൽ ടു എത്രയാ? 3 × 10⁵ എന്ന് തന്നിട്ടുണ്ട്, ന്യൂട്ടൺ പെർ കൂളോം. തീറ്റ തന്നിട്ടുണ്ട് എത്രയാ? 30 ഡിഗ്രി എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം അവർ ചോദിക്കുന്നത് എന്താ? കാൽക്കുലേറ്റ് ദി ഡൈപോൾ ആണ് കാണാൻ പറഞ്ഞത് അല്ലേ? കാൽക്കുലേറ്റ് ദി ഡൈപോൾ കാണാം. ഡൈപോൾ മൊമെന്റ് കാണാം. ഡൈപോൾ മൊമെന്റ് കാണുന്ന ഇക്വേഷൻ P ഈസ് ഈക്വൽ ടു Q × 2a അല്ലേ? ശരിയല്ലേ? അപ്പോൾ Q എത്രയാ? 1.6 × 10⁻19 ഇൻറ്റു 2a എന്ന് പറയുമ്പോൾ എന്തുവാ? 4 × 10⁻10. അപ്പോൾ എത്ര കിട്ടും? 6 4 24 4 2 ശിഷ്ടം 4 4 4 2 6 ഇൻറ്റു 10⁻35 കൂളോം മീറ്റർ എന്ന് കിട്ടും അല്ലേ? അപ്പോൾ 6.4 × 10⁻35 -35 കൂളോം മീറ്റർ എന്ന് കിട്ടും ഡൈപോൾ മൊമെന്റ്. ഇനി എന്താ കാണേണ്ട? ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ എന്താ? ടോ ഈസ് ഈക്വൽ ടു പി ഇ സൈൻ തീറ്റ അല്ലേ? പി കണ്ടുപിടിച്ചു. 6.4 × 10⁻35 ഇൻറ്റു ഇതാ അടക്കുന്നത് 3 × 10⁵ അല്ലേ? ഇൻറ്റു തീറ്റയുടെ വാല്യൂ സൈൻ 30. മനസ്സിലായല്ലോ? ഇത് ചെയ്തിട്ട് അത്രയും എന്താന്ന് എഴുതണം? ന്യൂട്ടൺ മീറ്റർ എന്ന് എഴുതണം. ടോർക്കിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ആണ്. എളുപ്പമല്ലേ പ്രോബ്ലം? ഇനി അവർ ചോദിക്കും മാക്സിമം കാണാൻ പറയും. ഇതിൽ നിന്ന് നമുക്ക് മാക്സിമം ടോർക്ക് എത്ര ഡെവലപ്പ് ചെയ്യാമെന്ന് അവർ ചോദിക്കും. അപ്പോൾ ടോയുടെ വാല്യൂ എത്ര ഇട്ട് കൊടുക്കണം? 90 ഇട്ട് കൊടുക്കണം. സൈൻ 90 ഇട്ട് കൊടുക്കണം. ഓക്കെ. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ ആൻഡ് ആക്സിയൽ ലൈൻ. ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ സപ്പോസ് ഇത് പോസിറ്റീവ് ചാർജ്, ഇത് നെഗറ്റീവ് ചാർജ് എന്ന് വിചാരിക്കും ഡൈപോളിൻ്റെ. അതിൻ്റെ ആക്സിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ ആക്സിസിലൂടെ കടന്നു പോകുന്ന, ആക്സിസ് എന്ന് പറയുമ്പോൾ ഇതാണ് എൻ്റെ ആക്സിസ്, ഇതാണ് എൻ്റെ ആക്സിസ്. അപ്പോൾ ആക്സിസിലൂടെ കടന്നു പോവുകയാണ്. ഇത് നെഗറ്റീവ് സൈൻ, ഇത് പോസിറ്റീവ്. അപ്പോൾ സാർ പോയിന്റ് സെലക്ട് ചെയ്ത് പി എന്ന് പറയുന്നത് ഇതിൻ്റെ ആക്സിസിലൂടെ കടന്നു പോകുന്നതാണ്. എനിക്ക് ഈ ഡൈപോൾ മൂലം പിയിൽ എത്രമാത്രം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉണ്ടാകും എന്ന് കണ്ടുപിടിക്കണം. മനസ്സിലായ പറഞ്ഞേ? ഇലക്ട്രിക് ഡൈപോൾ മൂലം അതിൻ്റെ ആക്സിയൽ ലൈനിലുള്ള ഒരു പോയിൻ്റായ പിയിൽ എത്ര ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഒന്നെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ ഇൻ ഇറ്റ്സ് ആക്സിയൽ ലൈനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആക്സിയൽ ലൈനിലെ പോയിന്റ് നമ്മൾ എപ്പോഴും സെൻറ്ററിൽ നിന്നേ നമ്മൾ എടുക്കൂ. അതുകൊണ്ട് സാർ എന്തെടുത്തു? ഇത് ഏതെടുത്ത്? 6 എന്നെടുത്തു. ആക്സിയൽ ലൈനിലെ പോയിന്റ് എന്തെടുത്ത്? 6 എന്നെടുത്ത്. മനസ്സിലായ? 6 എന്ന് പറയുന്ന പോയിന്റ് എടുത്തു. അപ്പോൾ 6 ഡിസ്റ്റൻസിലാണ് ഈ പി എന്ന് പറയുന്ന പോയിന്റ് മനസ്സിലായി. അപ്പോൾ പി എന്ന് പറയുന്ന പോയിന്റിൽ സാറ് പി എന്ന് പറയുന്ന പോയിന്റ് ഇട്ട് യെല്ലോ കളറിൽ ഇങ്ങോട്ടും റെഡ് കളറിൽ അങ്ങോട്ടും വരച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം ഇതെന്താ സാർ അങ്ങനെ വരയ്ക്കാൻ കാരണം? അതെന്തോ അങ്ങനെ ഒന്നുമില്ല, ആലോചിച്ചാൽ കിട്ടും. പി എന്ന് പറയുന്ന പോയിന്റിൽ പോസിറ്റീവ് ചാർജ് മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് നെഗറ്റീവ് ചാർജ് മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടല്ലോ, അല്ലേ? ഉണ്ട്. അപ്പോൾ പോസിറ്റീവ് ചാർജിന്റെ പ്രത്യേകത എന്താ? പോസിറ്റീവ് ചാർജിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡ് എവേ ആണ്. അപ്പോൾ E2 എന്ന് പറഞ്ഞാൽ ആര് മൂലമുള്ളതാ? പോസിറ്റീവ് ചാർജ് മൂലമുള്ളത്. മനസ്സിലായോ? ഇനി നെഗറ്റീവ് ചാർജ് ആണ് എങ്ങനെയാണ് നമ്മൾ പഠിച്ചേ? ടുവേഴ്സ് അല്ലേ മക്കളെ? അതുകൊണ്ട് E1 എന്ന് പറയുന്നത് എന്താ? ടുവേഴ്സ് ദി Q. -Q മൂലം ഉണ്ടാവുന്നത് E1, +Q മൂലം ഉണ്ടാവുന്ന E2. മനസ്സിലായോ? അപ്പോൾ E2 എന്ന് പറയുന്നത് പോസിറ്റീവ് ആയതുകൊണ്ട് അകന്നു പോകുന്നു, നെഗറ്റീവ് ആയതുകൊണ്ട് E1 അടുത്ത് പോകുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന സാധനം എവിടെ വരുന്നത്?
പിയിൽ വരുന്നത്. അതിൻ്റെ റിസൾട്ടൻ്റ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ സാറ് പറയാം, നോക്കിക്കോണേ. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു മൈനസ് ക്യൂ. അപ്പം നമുക്ക് ആദ്യം മൈനസ് ക്യൂ എടുക്കാം. മൈനസ് ക്യൂ എന്ന് പറഞ്ഞാൽ E1 അല്ലേ? E1 ഈക്വൽ 1/4πε0 ഇൻറ്റു അല്ലേ ക്യൂ ബൈ. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരം എത്ര? 6 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരം എത്ര ആയിരിക്കും? R+A. ഇവിടെ നിന്ന് ഇവിടം വരെ A ആയതുകൊണ്ട് ഇവിടെ നിന്ന് ഇവിടം വരെ A + R. അപ്പോൾ R+A ദ ഹോൾ സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കും. ഇനി ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പ്ലസ് ക്യൂ. ഇനി പ്ലസ് ക്യൂ മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്, പ്ലസ് ക്യൂ മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് നോക്കാം. E2 ഈക്വൽ 1/4πε0 ഇൻറ്റു ക്യൂ ബൈ. ഇവിടെ നിന്ന് ഇവിടം വരെ 6 ആണ്. പക്ഷെ നമുക്ക് ക്യൂ മുതൽ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഇത്രയും നീളം കണ്ടാൽ മതി പിക്കകത്തുള്ള ദൂരം. അപ്പോൾ പിക്കകത്ത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരം, പക്ഷെ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരം 6 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരം A കുറയ്ക്കാമല്ലോ. R - A ദ ഹോൾ സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 2 അല്ലേ? അപ്പോൾ റിസൾട്ടന്റ് കാണാൻ പറഞ്ഞാൽ E ഈക്വൽ ടു E2 മൈനസ് E1. E2ൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? E1 കുറച്ചാൽ മതി. അപ്പോൾ എങ്ങനെ എഴുതാം? 1/4πε0 ഇൻറ്റു അല്ലേ ക്യൂ ബൈ R - A ദ ഹോൾ സ്ക്വയർ മൈനസ് 1/4πε0 ഇൻറ്റു ക്യൂ ബൈ R+A ദ ഹോൾ സ്ക്വയർ. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 4πε0 ഇൻറ്റു 1/R - A ദ ഹോൾ സ്ക്വയർ മൈനസ് 1/R+A ദ ഹോൾ സ്ക്വയർ. That is equal to Q by 4πε0 into R+A the whole square minus R minus A the whole square divided by R square minus A square the whole square. A plus B into A minus B is equal to A square minus B square. E is equal to Q by 4πε0 into A square plus 2AB plus B square അല്ലേ മൈനസ് A square minus 2AB plus B square. ശരിയല്ലേ? ഡിവൈഡഡ് ബൈ A എന്ന് പറയുന്നത് വളരെ വളരെ ചെറുതാണ്. R ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ A. അതുകൊണ്ട് A നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. R⁴ എന്ന് എഴുതാം. R square the whole square. Then E is equal to Q by 4πε0 into R square plus 2AR plus A square minus R square plus 2AR minus A square divided by R⁴. അല്ലേ? മനസ്സിലായോ? R സ്ക്വയറും പോയി, A സ്ക്വയറും പോയി. ബാക്കി എന്താണ്ട്? E is equal to Q by 4πε0 into 2AR 4AR അല്ലേ 4AR divided by R⁴. R⁴ ആറും വെട്ടി, അപ്പോൾ R⁵. E is equal to 1/4πε0 into Q into 4A. അപ്പോൾ നമുക്ക് 2A into അല്ലേ 2A into 2 into Q എന്ന് എഴുതാമല്ലോ അല്ലേ ബൈ എങ്ങനെ എഴുതാം R⁵. വാട്ട് ഈസ് 2A into Q? P അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതാം? E is equal to 1/4πε0 into 2P by R⁵. അല്ലേ? അപ്പോൾ 1/ε0 into
2p 2a എന്ന് പറയുന്നത് q ഇൻറ്റു 2a എന്ന് പറയുന്നത് ഈ p ആ ഡൈപോൾ മൊമെന്റ്. അപ്പോൾ എങ്ങനെ എഴുതാം? 1/4πε0 ഇൻറ്റു 2p/r³ എന്ന് പറയും. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, E ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു r³. ഇത് ഓർത്ത് വെച്ചേക്കാം. ഇച്ചിരി തോനെയുണ്ട് എഴുതാൻ, പക്ഷേ വളരെ എളുപ്പമാണ്, സിമ്പിളുമാണ്. അത് 2 പ്രാവശ്യം എഴുതി പഠിക്കാൻ ഇത് നമുക്ക് എഴുതാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ. സോ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇക്വിറ്റോറിയൽ ലൈനാണ് പഠിക്കാൻ പോകുന്നത്. ഇക്വിറ്റോറിയൽ ലൈൻ പഠിക്കുമ്പോൾ നമ്മൾ +2-ലെ ലോസ് ഓഫ് മോഷനിലെ കമ്പോണൻറ്റ് നല്ലതുപോലെ പഠിക്കണം, നല്ലതുപോലെ ഓർത്തു വെക്കണം, എങ്കിലേ ഈ ഭാഗം നന്നായി മനസ്സിലാകത്തുള്ളൂ. അതായത് തീറ്റ വരുമ്പോൾ ചരിവുണ്ടാകുന്ന സമയത്ത് ഇൻക്ലൈൻഡ് പൊസിഷൻ വരുമ്പോൾ E1 സൈൻ തീറ്റ, E2 സൈൻ തീറ്റ, കഴിഞ്ഞ പോലെ F1 സൈൻ തീറ്റ, F1 കോസ് തീറ്റ ഒക്കെ വന്ന കണക്ക് ഇവിടുത്തെ കാര്യം ഓർത്ത് വെച്ചേക്കണം. വളരെ എളുപ്പമൊന്നുമില്ല, ശ്രദ്ധിച്ചിരുന്നാൽ മതി, അതും കൂടെ ഒന്ന് ഓർമ്മയിൽ വരണം. അപ്പോൾ എന്താണ് ഇക്വിറ്റോറിയൽ ലൈൻ? അപ്പോൾ ഇതാണ് ഡൈപോൾ എങ്കിൽ, പോസിറ്റീവ് നെഗറ്റീവ് എങ്കിൽ. ആക്ഷ്യൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഇതല്ലായിരുന്നു ആക്ഷ്യൽ ലൈൻ, ആക്സിസിലൂടെ കടന്നു പോകുന്നത്. ഇക്വിറ്റോറിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ഡൈപോളിൻ്റെ ഒത്ത സെൻറ്ററിൽ നിന്ന് പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ബൈസെക്ടറായിട്ട് വരയ്ക്കുന്ന ഏത് പോയിന്റും എന്താണ്? ഇക്വിറ്റോറിയൽ പോയിന്റ് ആണ്. ഒരു ഡൈപോളിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിനകത്ത് കൊടുക്കുന്ന ഏത് പോയിന്റും ഇക്വിറ്റോറിയൽ പോയിന്റ് ആണ്. ഒരു ഡൈപോളിൻ്റെ ആക്സിസിലൂടെ കടന്നു പോകുന്ന ഏത് പോയിന്റും ആക്ഷ്യൽ ലൈനാണ്, ആക്ഷ്യൽ പോയിന്റ് ആണ്. ആക്സിസിലൂടെ കടന്നു പോകുന്ന പോയിന്റിൽ ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാൻ 1/4πε0 ഇൻറ്റു 2p/r³ എന്ന് നമ്മളിപ്പം തെളിയിച്ച്. ഇനി നമ്മൾ ഇക്വിറ്റോറിയൽ ലൈനിലെ ഏതെങ്കിലും, ഇപ്പോൾ ഇതാണല്ലോ ഈ നടുക്ക്, ഇത് സെൻറ്ററിൽ നിന്ന് സാറ് വരയ്ക്കുമ്പോൾ ഈ പോയിന്റ് ഏത് പോയിന്റ് ആയാലും ആ പോയിന്റിൽ ഈ ഡൈപോൾ മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്ര എന്നാണ് സാർ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ സാർ എന്ത് ചെയ്യുന്നറിയോ? ഇതിനൊക്കെ ഡൈപോൾ എടുക്കുന്നു, ഇവിടെ നിന്നൊരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു, ആ പോയിന്റിനെ സാർ പി എന്ന് കൊടുക്കുന്നു. ഇതാണ് പി എന്ന് പറയുന്നത് എവിടെയായിരിക്കും? കറക്റ്റ് ഡൈപോളിൻ്റെ സെൻറ്ററിലായിരിക്കും പി. അപ്പോൾ പി എന്ന് പറയുന്നത് ആ പിയിൽ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ്, ഇവിടെ ഈ ചാർജ് മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും അല്ലേ? അവിടെ ശ്രദ്ധിക്കേണ്ടത് പി എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് സാർ കാണാൻ പോകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു +q, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു -q. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ റിസൾട്ടൻറ്റ് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് എ, ഇത് ബി, രണ്ട് ഡയറക്ഷൻ ആണെങ്കിൽ പാരലലോഗ്രാം തിയറം അപ്ലൈ ചെയ്യണം. എ ബി എന്തുവാ? ഇതിൻ്റെ റിസൾട്ടൻ്റ് എവിടെ ആയിരിക്കും? ഇതിൻ്റെ ഡയഗണലായിരിക്കും അല്ലേ? ആ ഡയഗണലാണ് ഇത്. അതാണ് ഇതെന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ്, യഥാർത്ഥ ഇലക്ട്രിക്. ഇതിൻ്റെയൊക്കെ റിസൾട്ടൻ്റ് ആയിട്ടുള്ള ഇതിൻ്റെ രണ്ടിൻ്റെയും -q-ൻ്റെയും +q-ൻ്റെയും റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് ഏതാണ്? E ആണ്. മനസ്സിലായി? അതെങ്ങനെയാ? ഇതിന് പാരലായിട്ടായിരിക്കും, ഡൈപോളിന് പാരലായിട്ട് ഒരു മാർക്കാ. ഈ -q-ഉം +q-ഉം മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഡൈപോളിൻ്റെ -q-ഉം +q-ഉം മൂലം ഉണ്ടാകുന്ന ഇക്വിറ്റോറിയൽ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് അത് ഡൈപോളിന് പാരലായിരിക്കും. ഓർത്ത് വെച്ചേക്കണേ. കണ്ടോ? പാരലൽ ടു ദ ഡൈപോൾ, ഡയറക്ഷൻ കണ്ടോ? പാരലൽ ടു ഡൈപോൾ, ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത കണക്ക് ബാക്കിയുള്ള എല്ലാം വളരെ സിമ്പിളാണ്. ഈ പോയിന്റിൽ നിന്ന് 6 ഡിസ്റ്റൻസിൽ ആണ് നമ്മൾ പി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള നീളം 2a ആണെന്ന് നമുക്കറിയാം. പക്ഷേ പകുതി ആയതുകൊണ്ട് a, ഇവിടെയും പകുതി ആയതുകൊണ്ട് a. ശരിയല്ലേ? ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. നമ്മൾ മുമ്പ് ചെയ്ത കണക്ക് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു -q അല്ലേ? E1 = ഇത് മൂലം ഉണ്ടാവുന്ന 1/4πε0 ഇൻറ്റു q ബൈ ഈ ഡിസ്റ്റൻസ് ആണല്ലോ. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? AP². ആണോ? AP². -q-യും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് p ആയതുകൊണ്ട് AP². അപ്പോൾ AP എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കാം. ഇതെന്തുവാ? ബേസ്. ഇതെന്തുവാ? ആൾട്ടിറ്റ്യൂഡ്. ബേസ് സ്ക്വയറും ആൾട്ടിറ്റ്യൂഡ് സ്ക്വയറും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഹൈപ്പോട്ട്ന്യൂസിൻ്റെ സ്ക്വയർ കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് 1/4πε0
epsilon 0 into q by എങ്ങനെ എഴുതാം r സ്ക്വയർ പ്ലസ് a സ്ക്വയർ എഴുതാമല്ലോ എഴുതാം. ഇനി ഈ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പ്ലസ് ക്യൂ E2 ഈക്വൽ ടു പ്ലസ് ക്യൂ മൂലം പിയിലുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് E2 ആണ്. E2 പോസിറ്റീവ് ആയതുകൊണ്ട് E2 എവേ, നെഗറ്റീവ് ആയതുകൊണ്ട് E1 ടുവേഴ്സ് 1/4 പൈ എപ്സിലോൺ 0 ഇൻറ്റു ക്യൂ ബൈ ഇവിടെ പി ഇവിടെ ബി, ബി പി സ്ക്വയർ അല്ലേ, ബി പി സ്ക്വയർ അല്ലേ ആണ്. ഇവിടെ ആറ് ഇവിടെ എ, അപ്പോൾ ഇവിടെ എന്ത് തന്നെ വരും, സെയിം ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് തന്നെ വരും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 പൈ എപ്സിലോൺ 0 ഇൻറ്റു ക്യൂ ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ അല്ലേ. അപ്പോൾ രണ്ട് റിസൾട്ടൻ നമുക്ക് ഇവിടെ കിട്ടി. അപ്പോൾ ഒന്നാമത്തെ E1 മൂലം ഉണ്ടാകുന്നത് 1/4 പൈ എപ്സിലോൺ 0 ഇൻറ്റു ക്യൂ ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, രണ്ടാമത്തെ E2 ഈക്വൽ ടു 1/4 പൈ എപ്സിലോൺ 0 ക്യൂ ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. രണ്ടും ഒരേ കണക്ക് തന്നെ, കാരണം രണ്ട് സിമെട്രിക്കലി സെയിം ആണ് അല്ലേ. ഇവിടെ ആംഗിൾ ഫോം ചെയ്തതുകൊണ്ട് നമുക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ E1 സൈൻ തീറ്റ E2 സൈൻ തീറ്റ എന്താണ്, ഓപ്പോസിറ്റ് ആണ്, അതൊന്ന് ക്യാൻസൽ ചെയ്ത് പോകും. പക്ഷേ E1 കോസ് തീറ്റ E2 സൈൻ തീറ്റയും നമ്മൾ സെയിം ഡയറക്ഷനിലാണ് നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അതായത് ടോട്ടൽ E ഈസ് ഈക്വൽ ടു E1 കോസ് തീറ്റ പ്ലസ് E2 കോസ് തീറ്റ, E1 കോസ് തീറ്റ പ്ലസ് E2 കോസ് തീറ്റ. അപ്പോൾ E1ൻ്റെ കൂടെ കോസ് തീറ്റ കമ്പോണൻറ്റും E2ൻ്റെ കൂടെ കോസ് തീറ്റ കമ്പോണൻറ്റും കൂടെ ആഡ് ചെയ്യണം. എവിടെയാ, പിയിൽ. അതാണ് ടോട്ടലായിട്ട് കിട്ടുന്ന E. സൈൻ തീറ്റ കമ്പോണൻറ്റ് ആഡ് ചെയ്യാത്ത കാരണം ഈക്വൽ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പിന്നെ കളയും, ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്, E ഈസ് ഈക്വൽ ടു E1 കോസ് തീറ്റ പ്ലസ് E2 കോസ് തീറ്റ. നമുക്കറിയാം E1 എന്ന് പറയുന്നത് എന്താണ്, E2ന് തുല്യമല്ലേ ആണ്. അതുകൊണ്ട് നമുക്ക് E ഈസ് ഈക്വൽ ടു 2E1 കോസ് തീറ്റ എന്ന് എഴുതാമല്ലോ. അതായത് E1 കോസ് തീറ്റ പ്ലസ് E1 കോസ് തീറ്റ, E1 പ്ലസ് E1 2E1 കോസ് തീറ്റ എന്ന് എഴുതി. ഇനി കോസ് തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ് അല്ലേ. അപ്പം കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പം കോസ് തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ, ഇതാണ് കോസ് തീറ്റ. കോസ് തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ്, സോറി അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അഡ്ജസൻറ്റ് സൈഡ് ബൈ കോസ് തീറ്റ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ഇതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് ഏതാണ്, എ അല്ലേ, എ ബൈ ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ, എ പി ആണ്, എ ബൈ എ പി അല്ലേ, എ ബൈ എ പി ആണ്. അതുകൊണ്ട് നമ്മൾ എങ്ങനെ എഴുതണം, കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എ ബൈ എ പി സ്ക്വയർ അല്ല, എ പി ആണ്. അതുകൊണ്ട് നമ്മൾ എങ്ങനെ എഴുതണം, ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ റൂട്ട് എന്ന് എഴുതണം. ശ്രദ്ധിക്കണം, അത് കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ റൂട്ടാണ്. റൂട്ട് ഇടാൻ മറന്നു പോലെ, പല കുട്ടികളും റൂട്ട് ഇടാൻ മറന്നു പോകും. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും, E ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു E1ന് പകരം 1/4 പൈ എപ്സിലോൺ 0 ഇൻറ്റു ക്യൂ ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റയ്ക്ക് പകരം എ ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ റൂട്ട് എന്ന് എഴുതി. 1 ഈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ റൂട്ട്. ഇനി ഇവിടെ നമ്മൾ ചെറിയൊരു മാറ്റം വരുത്താം. E ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1/4 പൈ എപ്സിലോൺ 0 ഇൻറ്റു ക്യൂ ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു എ ബൈ
ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ റൂട്ടിനെ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2 എന്ന് എഴുതാം. എഴുതിക്കൂടെ? ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1/4πε0 ഇൻറ്റു QA ബൈ ആർ സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2 എന്നാവും അല്ലേ? അപ്പോൾ വൃത്തിയാക്കുമ്പോൾ ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു 2 ഇൻറ്റു QA എന്ന് പറഞ്ഞാൽ എത്ര? P അല്ലേ? P ബൈ ആർ ക്യൂബ് എന്ന് വരും. അപ്പോൾ ഈ ഇക്വിറ്റോറിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4πε0 ഇൻറ്റു P ബൈ ആർ ക്യൂബ്. മനസ്സിലായോ? ഓക്കെ.